കുറേ ആൾക്കാരുണ്ട്. അതായത് കുറച്ച് ആളുകൾ മാത്രമേ ഞാൻ മലയാള നടിമാരിൽ ശ്രദ്ധേയായ നടിയാണ് മെറീന മൈക്കിൾ. സിനിമയിൽ വേരുകളൊന്നുമില്ലാതെയാണ് മെറീന കടന്നു വരുന്നതും ശ്രദ്ധ നേടിയതും. മോഡലിങ്ങിലൂടെ സിനിമയിലെത്തിയ മെറീന ഇന്ന് മലയാളത്തിലെ സജീവ സാന്നിധ്യമാണ്. സംസാരം ആരോഗ്യത്തിന് ഹാനികരം എന്ന ചിത്രത്തിലൂടെയാണ് മെറീന കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് അമർ അക്ബർ ആന്റണി, ഹാപ്പി വെഡിങ്, ചങ്ക്സ്, എബി, വികൃതി, ചെരാതുകൾ 2, 21 ഗ്രാംസ് തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു. വിവേകാനന്ദൻ വൈറലാണ് ഒടുവിലായി പുറത്തിറങ്ങിയ സിനിമ. സിനിമകൾക്ക് പുറമെ ഷോർട്ട് ഫിലിമുകളിലും താരം അഭിനയിക്കുന്നുണ്ട്. യുവനടിയായതുകൊണ്ട് തന്നെ പലതരം മോശം അനുഭവങ്ങൾ 10 വർഷത്തെ സിനിമാ ജീവിതത്തിനിടയ്ക്ക് മെറീനയ്ക്കുണ്ടായിട്ടുണ്ട്. നടി പലപ്പോഴും അത് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അത്തരത്തിൽ അടുത്തിടെ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് പ്രശസ്തയായ ഒരു അവതാരകയിൽ നിന്നുമുണ്ടായ മോശം അനുഭവത്തെപ്പറ്റി വെളിപ്പെടുത്തിയെത്തിയത്. തനിക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായത് ഏറെയും ലൈം ലൈറ്റിൽ നിൽക്കുന്ന സ്ത്രീകളിൽ നിന്നാണെന്നാണ് താരം ഒരു അഭിമുഖത്തിൽ പറയുന്നത്. എബിയൊക്കെ ചെയ്തിരുന്ന സമയത്ത് എന്നെ ഒരു ചാനലിലേക്ക് ഇൻ്റർവ്യൂവിൽ വിളിച്ചിരുന്നു. പലതവണ ഇവർ അഭിമുഖത്തിന് വിളിച്ചിരുന്നു. അവസാനം അഭിമുഖത്തിൻ്റെ ദിവസം അടുക്കുമ്പോൾ അവർ ക്യാൻസൽ ചെയ്യും. അങ്ങനെയായിരുന്നു. ഗസ്റ്റായി പോകുന്നത് കൊണ്ട് തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഡ്രസ്സ് അടക്കം എല്ലാം എനിക്ക് അറേഞ്ച് ചെയ്യണം. അവർ 3 തവണയൊക്കെ ക്ഷണിച്ചിട്ട് പിന്നീട് ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ അവസാനം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വീണ്ടും അഭിമുഖം നടക്കാതെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാകുമെന്ന്. അങ്ങനെ ഞാൻ ഷൂട്ടിങ്ങിന് ചെന്നപ്പോൾ ആ ഷോയുടെ ആങ്കർ ചേഞ്ചായി. മുൻപ് ചെയ്തിരുന്ന ആളല്ല എന്ന് ഞാൻ ചെന്നപ്പോൾ അവതാരക പറഞ്ഞു. മുമ്പ് ഈ ഷോ ആങ്കർ ചെയ്തിരുന്ന കുട്ടിക്ക് ഞാൻ ഗസ്റ്റായി വരുന്നതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടാണത്രേ അവർ പലതവണ എല്ലാം ശരിയായിട്ടും അഭിമുഖം ക്യാൻസൽ ചെയ്തത് എന്ന്. ഇപ്പോൾ ഈ പുള്ളിക്കാരി മോട്ടിവേഷനൊക്കെ പറഞ്ഞ് നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ചിരി വരുമെന്നാണ് മെറീന പറയുന്നത്. അന്നത്തെ ആ അവതാരക പേളിമാണി എന്നാണ് ചില പ്രേക്ഷകർ പറയുന്നത്. മറ്റു ചിലർ അശ്വതി ശ്രീകാന്തിൻ്റെ പേരാണ് പറയുന്നത്. ഇത്തരത്തിൽ ഊഹാപോഹങ്ങൾ വന്ന സാഹചര്യത്തിൽ അന്ന് നടിയോട് മോശമായി പെരുമാറിയത് പേളിയാണോ എന്ന ചോദ്യത്തിന് പ്രതികരിക്കുകയായിരുന്നു നടി. ആ സ്റ്റേറ്റ്മെൻറ്റിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് അവതാരക ചോദിച്ചപ്പോൾ മെറീനയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: അന്ന് ഞാൻ ആ സംഭവം ഓഡിയൻസിന് വേണ്ടി പറഞ്ഞതല്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇത് കാണുമ്പോൾ ഞാൻ ചെയ്തത് ശരിയായില്ലെന്ന് തോന്നുവാൻ വേണ്ടിയാണ് പറഞ്ഞത്. ആ വ്യക്തിക്ക് അത് മനസ്സിലായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ളവരോട് പറയുവാൻ വേണ്ടി പറഞ്ഞതല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് പേരുകൂടി പറയാമായിരുന്നല്ലോ. ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെയല്ല ആൾക്കാരെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാകും. പക്ഷേ ആരാണത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് മെറീന പറഞ്ഞത്. പേളിയാണോ അല്ലയോ എന്നതിനോടും മെറീന പ്രതികരിച്ചില്ല. മെറീന പറഞ്ഞ വ്യക്തി പേളിയാണെന്ന തരത്തിലാണ് കൂടുതൽ പേരും വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളുമായി എത്തുന്നത്.